സ്വർണവും മൊബൈലും വാങ്ങിയ ശേഷം ഗൂഗിൾ പേയിൽ പണമടച്ചതായി വ്യാജ സ്ക്രീൻഷോട്ട് കാണിച്ച് തട്ടിപ്പ്. അങ്ങനെയും ഒരു തട്ടിപ്പ്. മലപ്പുറം പെരുമ്പടപ്പിലാണ് സംഭവം. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ വെളിയംകുടി സ്കൂൾ പടി പുളിക്കൽ സ്വദേശി ജംഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പടപ്പിലെ ഒരു ജുവലറിയിൽ നിന്ന് 1 ലക്ഷം രൂപയോളം വില വരുന്ന സ്വർണം വാങ്ങി. അതിനുശേഷം പണമടച്ച വ്യാജ സ്ക്രീൻഷോട്ട് കാണിച്ചാണ് ഇയാൾ രക്ഷപ്പെട്ടത്. സമാനമായ രീതിയിൽ മറ്റൊരു സ്ഥാപനത്തിലും തട്ടിപ്പ് ഇയാൾ നടത്തിയിരുന്നു. മുബഷിർ പി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷിർ, ഇയാൾ വളരെ തന്ത്രപരമായിട്ടാണല്ലോ ഈ തട്ടിപ്പ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഇയാളുടെ ഒരു രീതി? മുബഷിർ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ കമ. നമുക്കറിയാം, ഇപ്പോൾ ഈ ഗൂഗിൾ പേ വഴിയുള്ള പണമിടപാട് വ്യാപകമായിട്ടുണ്ട്. പല കടകളിലും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കിയാണ് ഇയാൾ വളരെ വിദഗ്ധമായിട്ട് ഏറെക്കാലമായി തട്ടിപ്പ് നടത്തിയിരുന്നത്. അത്തരമൊരു തട്ടിപ്പാണ് ഇയാൾ കഴിഞ്ഞ ദിവസം മലപ്പുറം പെരുമ്പടപ്പിലുള്ള ഒരു സ്ഥാപനത്തിൽ വെച്ച് നടത്തുന്നത്. പെരുമ്പടപ്പിലെ ഒരു ജ്വല്ലറിയിൽ നിന്നാണ് 1 ലക്ഷം രൂപയോളം വില വരുന്ന സ്വർണം വാങ്ങി പണം അടച്ചു എന്ന് കാണിക്കുന്ന വ്യാജ സ്ക്രീൻഷോട്ട് കാണിച്ച് കടയിലുള്ള ജീവനക്കാരെ ഉൾപ്പെടെ പറ്റിച്ചതിന് ശേഷം ഇയാൾ അവിടെ നിന്നും കടന്നു കളഞ്ഞു. സമാനമായ രീതിയിൽ മറ്റു ചില സ്ഥാപനങ്ങളിലും ഇയാൾ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തി വ്യാജ സ്ക്രീൻഷോട്ട് കാണിച്ചാണ് രക്ഷപ്പെട്ടിരുന്നത്. പെരുമ്പടപ്പ് പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നു. അങ്ങനെ ഒളിവിൽ പോയ പ്രതിയെ ഗുരുവായൂരിൽ നിന്നാണ് പെരുമ്പടപ്പ് പോലീസ് പിടികൂടുന്നത്. സംഭവത്തിൽ വെളിയംകോട് സ്കൂൾ പടി പുളിക്കൽ സ്വദേശിയായുള്ള ജംഷാദ് 29 വയസ്സുള്ള യുവാവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയിരിക്കുന്നത്. ഇയാളുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു വസ്തുവിന്റെ വില നേരത്തെ തന്നെ മനസ്സിലാക്കും. അതിനനുസരിച്ച് നേരത്തെ നടത്തിയ ഒരു പണമിടപാടിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കും. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തീയതിയൊക്കെ തന്നെ എഡിറ്റ് ചെയ്തതിനു ശേഷം ആ സ്ക്രീൻഷോട്ട് കാണിച്ച് കടയുടമയെ പറ്റിച്ച് അവിടെ നിന്നും കടന്നു കളയുന്നതാണ് രീതി. പെരുമ്പടപ്പിലെ ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിൽ 1 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ ഇയാൾ വാങ്ങിയതിനു ശേഷം അവിടെ നിന്നും കടന്നു കളഞ്ഞു. മറ്റൊരു സ്ഥാപനത്തിലും സമാനമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പോലീസ് അത് കണ്ടെത്തിയിട്ടുമുണ്ട്. എന്തായാലും ഇയാളുടെ സംഘത്തിൽ മറ്റാരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പെരുമ്പടപ്പ് പോലീസ് വിശദമായിട്ട് അന്വേഷിച്ച് വരികയാണ്. കേസ് അന്വേഷണം വളരെ ഊർജിതമായി തന്നെ നടക്കുന്ന വേളയിൽ ഇയാൾ മറ്റിടങ്ങളിലേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ വളരെ വേഗത്തിൽ തന്നെ തൊട്ടടുത്തുനിന്ന് ഇയാളെ പിടികൂടാൻ സാധിച്ചത് വലിയ സഹായകരമായി. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. എന്താണല്ലേ, ഒരു സ്ഥലത്തെ ഒരു കക്ഷി മൊബൈലിൽ ഇങ്ങനെ അവരുടെ ഒരു ടൂൺ, കോളർ ടൂൺ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. സാധാരണ കടയിലൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് പൈസ അയക്കുമ്പം അവിടുന്ന് മറുപടി വരുമല്ലോ, അല്ലേ? നിങ്ങൾ 156 രൂപ അയച്ചു, നന്ദിയുണ്ടേ എന്ന് പറയുന്ന സാധനം. ഇതേപോലെ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അയാളുടെ കോളർ ടൂണായിട്ട് എന്നിട്ട് മറ്റേ സ്ക്രീൻഷോട്ട് ഇങ്ങനെ കാണിക്കും നമ്മുടെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് ഓൺ ചെയ്യും. മറ്റേ പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, പ്രായമായ മനുഷ്യരൊക്കെ ആയിരിക്കുമല്ലോ കടയിലിരിക്കുക. അപ്പോൾ 155 രൂപ കിട്ടി എന്ന് പറയുന്ന സമയത്ത് 155 രൂപ കിട്ടി. ഇതിനകത്താണ്, മൊബൈൽ ഫോണിലാണ് കേൾക്കുന്നത്. അങ്ങനെയും ഒരു തട്ടിപ്പ്. ഇപ്പോൾ വ്യാജ സ്ക്രീൻഷോട്ട് കാണിച്ച് തട്ടിപ്പ് നടത്തുന്നു. പ്രായമേറിയ മനുഷ്യരൊക്കെ ആണെങ്കിൽ പെട്ടുപോകും. ജോലിക്കാരനായതുകൊണ്ട് അവന് മനസ്സിലായി. അവൻ പരാതി കൊടുത്തു. സംഭവം കൈയോടെ പൊക്കുകയും ചെയ്തു. എന്തെല്ലാം തട്ടിപ്പുകൾ, അല്ലേ? ഈ തട്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുന്ന സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇവരൊക്കെ എവിടെ എത്തുമായിരുന്നു?